ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. +1 ക്ലാസിന്റെ ചാപ്റ്റർ 1 അത് സെറ്റ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സെറ്റ് തിയറിയുടെ പാർട്ട് 4 കിടക്കുകയാണ്. കഴിഞ്ഞ പാർട്ടുകളിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അതിൽ നമ്മൾ സെറ്റ് എന്താണെന്ന് കണ്ടു. സെറ്റിന്റെ വ്യത്യസ്ത ഫോമുകൾ, അതായത് റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം അതെന്താണെന്ന് മനസ്സിലാക്കി. സെറ്റ് റോസ്റ്റർ ഫോം തന്നാൽ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എങ്ങനെ മാറ്റാം, സെറ്റ് ബിൽഡർ ഫോം തന്നാൽ റോസ്റ്റർ ഫോമിലേക്ക് എങ്ങനെ മാറ്റാം. അതുപോലെ തന്നെ നൾ സെറ്റ് എന്താണ്, ഈക്വൽ സെറ്റ് എയും ബിയും രണ്ട് സെറ്റ് ആണെങ്കിൽ അതെങ്ങനെ ഈക്വൽ ആണ്. ഞാൻ തുടർന്നുള്ള കുറച്ച് പ്രോബ്ലംസ് കണ്ടു. ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്താണ്, ഇൻഫിനിറ്റ് സെറ്റ് എന്താണ്, നൾ സെറ്റ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ അതിന്റെ കുറച്ച് പ്രോബ്ലംസും കൂടി നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കാം. Consider the set of all odd natural numbers divisible by 2. Set of all odd natural numbers. Odd natural numbers n divisible by 2. ആ സെറ്റ് എന്താണ്, ഫൈനൈറ്റ് ആണോ, ഇൻഫിനിറ്റ് ആണോ, അതോ നൾ സെറ്റ് ആണോ? ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളോട് പറയാം. അത് നമ്മൾ ഫൈനൈറ്റ് ആണോ, ഇൻഫിനിറ്റ് ആണോ, നൾ സെറ്റ് ആണോ, ഇത് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണം. അപ്പോൾ ഈ സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4, 5 എക്സെട്ര. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോഴാണ് 1, 3, 5, 7, 1, 3, 5, 7, 9, 11 അങ്ങനെ പോകും. ആ ഓഡ് നമ്പർ അത് ഡിവിസിബിൾ ബൈ 2. ഡിവിസിബിൾ ബൈ 2 ആവില്ലല്ലോ ഒരിക്കലും ഓഡ് നമ്പർ. ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പർ ഒരിക്കലും മൾട്ടിപ്പിൾ ഓഫ് 2 ഡിവിസിബിൾ ബൈ 2 ഒന്നുമല്ല. രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ സെറ്റില് എലമെന്റ്സ് ഇല്ല. സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പർ ഡിവിസിബിൾ ബൈ 2, ആ സെറ്റില് എലമെന്റ്സ് ഉണ്ടാവില്ല. ഡിവിസിബിൾ ബൈ 2 ആയിട്ടുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ ആവുമ്പോ ആ സെറ്റ് എന്ത് സെറ്റാണ്? എലമെന്റ്സ് ഇല്ല. നൾ സെറ്റ് ആണ്. നൾ സെറ്റ്, അതാണ് ആൻസർ. ക്ലിയർ? അപ്പൊ സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പർ ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞാൽ അത് നൾ സെറ്റ് ആണ്. ഇനി നമ്മൾ വേറൊരു സെറ്റ് കൺസിഡർ ചെയ്യാം. സെറ്റ് ഓഫ് ഓൾ ഈവൻ പ്രൈം നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ ഈവൻ പ്രൈം നമ്പേഴ്സ്. എന്താ പറഞ്ഞ? ഈവൻ പ്രൈം നമ്പേഴ്സ്. ഇപ്പൊ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് അതിന്റെ ഫാക്ടേഴ്സ് ഒന്നുകിൽ സെയിം നമ്പർ അല്ലെങ്കിൽ 1, അങ്ങനെ മാത്രമേ ഫാക്ടർ ഉണ്ടാവുള്ളൂ. ബാക്കി ഫാക്ടറുകളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ് പറയുന്നത്. നമുക്കറിയാം പ്രൈം നമ്പർ 2, 3, 5, 7, 11, 13 അങ്ങനെ പോകും പ്രൈം നമ്പേഴ്സ്. പക്ഷെ അതില് രണ്ടാമത്തെ കണ്ടീഷൻ ഈവൺ പ്രൈം നമ്പേഴ്സ്. ഈവൺ പ്രൈം നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഈവൺ പ്രൈം നമ്പേഴ്സ്. ഈ പ്രൈം നമ്പേഴ്സിൽ ഈവൺ ഉണ്ടോ? ഈവൺ ആകെ ഒരു എലമെന്റേ ഉള്ളൂ. 2 എന്ന് പ്രൈം നമ്പർ ആണ്, അത് ഈവൺ ആണ്. പിന്നെയുള്ള ഏത് പ്രൈം നമ്പർ എടുത്താലും ഒരിക്കലും ഈവൺ ആവില്ല. അപ്പൊ 2 ആണ് ഈവൺ പ്രൈം നമ്പർ. അപ്പൊ ആ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഒരു എലമെന്റ്, വൺ ആൻഡ് ഓൺലി വൺ എലമെന്റ്. ദി എലമെന്റ് ഈസ് 2. അപ്പോ എന്താണ്? 2 ആണ് ആ എലമെന്റ്. അപ്പൊ ഇത് നൾ സെറ്റ് അല്ല, അതിൽ എലമെന്റ് ഉണ്ട്. ഫൈനൈറ്റ് സെറ്റ് ആണ്, ഇൻഫിനിറ്റ് സെറ്റ് അല്ല. മനസ്സിലായോ? അപ്പോ ഇത് സിംഗിൾ എലമെന്റ് സെറ്റ് ആണ്. ഈ സിംഗിൾ എലമെന്റ് സെറ്റിന് ഒരു പേരുണ്ട്, സിംഗിൾടൺ സെറ്റ്. സിംഗിൾടൺ സെറ്റ്. അപ്പൊ ഇത് സെറ്റ് 2, ഇത് ഈ ഒരു സിംഗിൾടൺ സെറ്റ് ആണ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് വേറൊരു സെറ്റ്, സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ ലൈൻ. എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ ലൈൻ. ഒരു ലൈനിലുള്ള എല്ലാ പോയിന്റ്സും ഒരു സെറ്റ്. അത് ഇൻഫിനിറ്റ് ആണോ, ഫൈനൈറ്റ് ആണോ, നൾ സെറ്റ് ആണോ? നൾ സെറ്റ് അല്ല, ഫൈനൈറ്റ് ആണോ? സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ ലൈൻ അല്ല, അത് ഇൻഫിനിറ്റ് ആണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട് ഒരു ലൈനിൽ, അതുകൊണ്ട് അത് ഇൻഫിനിറ്റ് സെറ്റ് ആണ്. അപ്പൊ ആൻസർ എന്താ? ഇൻഫിനിറ്റ് സെറ്റ്. Infinite set. The set of all points in a line is an infinite set. ഇനി
വേറെ സെറ്റ് ഓഫ് ഓൾ പാരലൽ ലൈൻസ്, സെറ്റ് ഓഫ് ഓൾ പാരലൽ ലൈൻസ്. അപ്പൊ അതോ സെറ്റ് ഓഫ് ഓൾ പാരലൽ ടു എക്സ് ആക്സിസ് ആണ് ചെയ്യുന്നത്. സെറ്റ് ഓഫ് ഓൾ ലൈൻസ് പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ഉണ്ട് സെറ്റ്. എക്സ് ആക്സിസിന് പാരലൽ ഇതൊക്കെ ഉണ്ട്. എത്ര ഉണ്ട്? ഫൈനൈറ്റ് ആണോ? അല്ല, അത് ഇൻഫിനിറ്റ് ആണ്. അപ്പൊ സെറ്റ് ഓഫ് ഓൾ ലൈൻസ് പാരലൽ ടു എക്സ് ആക്സിസ് ഈസ് ഓൾസോ ഇൻഫിനിറ്റ് സെറ്റ്. ക്ലിയർ? ഇനി വേറൊരു സെറ്റ്, സെറ്റ് ഓഫ് ഓൾ മന്ത്സ് ഇൻ എൻ ഇയർ. അതാവുമ്പോ സെറ്റ് ഓഫ് ഓൾ മന്ത്സ് ഇൻ എൻ ഇയർ, അത് ഫൈനൈറ്റ് ആണ്. 12 മാസമുള്ളൂ. അത് ഫൈനൈറ്റ് നമ്പർ ആണ്, നൾ സെറ്റ് അല്ല. സെറ്റ് ഓഫ് ഓൾ മന്ത്സ് ഇൻ എ ഇയർ ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇനി സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റീജേഴ്സ്. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റീജേഴ്സോ? സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 അപ് ടു ഇൻഫിനിറ്റി. ഡെഫിനറ്റ്ലി അത് ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ഇനി സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റീജേഴ്സ് ഗ്രേറ്റർ ദാൻ 100 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റീജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റീജേഴ്സ് ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ അങ്ങനെ ആവുമ്പോഴാണ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റീജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. അതും ഇൻഫിനിറ്റ് സെറ്റ് തന്നെ. 100ന് മുകളിലുള്ള എല്ലാ പോസിറ്റീവ് ഇന്റീജേഴ്സും അതും ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റ് സെറ്റ്. ഇനി സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റീജേഴ്സ് ലെസ് ദാൻ 100 ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ലെസ് ദാൻ 100. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റീജേഴ്സ് ലെസ് ദാൻ 100 ആണെങ്കിൽ ഇന്റീജേഴ്സ് 1, 2, 3, 4 അപ് ടു 99 പിന്നെ 100 ആയി. അപ്പൊ അത് ഫൈനൈറ്റ് ആണ്. അപ്പൊ ആ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റീജേഴ്സ് ലെസ് ദാൻ 100 എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ്. ക്ലിയർ? അത്രേ ഉള്ളൂ. ഇത് നമ്മള് നോക്കുക, അനലൈസ് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും നൾ സെറ്റ് ആണോ, ഫൈനൈറ്റ് സെറ്റ് ആണോ, ഇൻഫിനിറ്റ് സെറ്റ് ആണോ. ഇത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. അത് നമ്മൾ ആ ഒബ്സർവേഷൻ അനുസരിച്ചിരിക്കും. ഓക്കെ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, സെറ്റ് എ സെറ്റ് ബി ഇത് കൺസിഡർ ചെയ്യുക. ഇത് രണ്ടും ഈക്വൽ ആണോ നോക്കുക. സെറ്റ് എ ഈക്വൽ ടു ദി സെറ്റ് 2, 3 എന്ന് വിചാരിക്കുക. വേറൊരു സെറ്റ് ഓഫ് ഓൾ എക്സ് ഈസ് സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. അല്ല, ബി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ദി സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ആ ഒരു സെറ്റ് തന്നു. എ എന്നുള്ള സെറ്റ് ഇത് തന്നു. സെറ്റ് 2, 3. ഈ സെറ്റ് രണ്ടും എം ടി അല്ല. ഇനി ഇത് ഫൈനൈറ്റ് ആണ്. ഇതോ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അത് ഫൈനൈറ്റ് ആണ്, ഇൻഫിനിറ്റ് ആണോ നമുക്ക് മനസ്സിലാക്കാം. ആ സെറ്റ് ഈക്വൽ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ എന്താ ഇതിന്റെ സൊല്യൂഷൻ കാണണം. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിന് സൊല്യൂഷൻ കാണണം. അത് നമുക്കറിയാം, രണ്ട് വാല്യൂ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 6ഉം ആഡ് ചെയ്യുമ്പോൾ 5ഉം കിട്ടണം. ഇപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് പെട്ടെന്ന് കിട്ടും. 2ഉം 3 ആണ് അല്ലെ. അപ്പൊ ഇതെന്താ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ദി സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പൊ അതിന് സൊല്യൂഷൻ എന്താ? 2, 3. അപ്പോ ദി സെറ്റിനെ ബി ഈക്വൽ ടു സെറ്റ് 2, 3. ഇവിടെ സെറ്റ് എ നമുക്ക് തന്നു സെറ്റ് 2, 3. ബി ഈക്വൽ ടു സെറ്റ് 2, 3. therefore എ ഈക്വൽ ടു ബി. Every element in a set is also an element of B. Every element in set B is also an element of A. അതാണല്ലോ ഈക്വൽ ടു ഈ രണ്ട് സെറ്റിൽ ഈക്വൽ ആണെങ്കിലുള്ള ഡെഫിനിഷൻ. അതുകൊണ്ട് A ഈക്വൽ ടു B. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇതിന്റെ എക്സാമ്പിൾസ് നോക്കി. ഇനി നമുക്ക് ഒരു പുതിയൊരു കൺസെപ്റ്റ്, പുതിയൊരു ടോപ്പിക്, ഐഡിയ. എന്താണത്? സബ്സെറ്റ് ഓഫ് എ സെറ്റ്. സബ്സെറ്റ് ഓഫ് എ സെറ്റ് എന്താണ്? സബ്സെറ്റ് ഓഫ് എ സെറ്റ് അതിന്റെ ഡെഫിനിഷൻ ഇതാണ്. കൺസിഡർ ടു സെറ്റ്സ് എ ആൻഡ് ബി ആൻഡ് എ ഈസ് സെറ്റ് ടു ബി എ സബ്സെറ്റ് ഓഫ് ബി
if every element of A is also an element of B. But every element of A is also an element of B. It is not necessary every element of B is also an element of A. അത് വേണ്ട. A is a subset of B എന്ന് പറയുകയാണെങ്കിൽ every element of A is also an element of B. എയിലുള്ള എല്ലാ എലമെന്റും ബിയിലുണ്ടായിരിക്കണം. പക്ഷെ ബിയിലുള്ള എല്ലാ എലമെന്റും എയിലുണ്ടാവണം യാതൊരു നിർബന്ധമില്ല. അങ്ങനെ ബിയിലുള്ള എല്ലാ എലമെന്റ് എയിലും കൂടി ഉണ്ടെങ്കിൽ അത് A equal to B എന്നുള്ള ഡെഫിനിഷനാണ്. ഇവിടെ നമുക്ക് A is said to be subset of B if every element of A is also an element of B. എയിലുള്ള എല്ലാ എലമെന്റും ബിയിലുണ്ടായാൽ അത് A is the subset of B എന്ന് പറയും. ക്ലിയർ ആയോ? A is the subset of B. അത് ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. A is the subset of B. Every element of A is also an element of B. ബിയിലുള്ള എല്ലാ എലമെന്റും ഏത് എലമെന്റ് ആവണമെന്നില്ല. പക്ഷെ എയിലുള്ള എല്ലാ എലമെന്റും ബിയിലായാൽ A സബ്സെറ്റ് ഓഫ് B. ഇനി ബിയിലുള്ള എല്ലാ എലമെന്റും കൂടി എയിലുണ്ടെങ്കിൽ എന്താണ്? B is subset of A ആവും. അങ്ങനെ ആവുമ്പോ A equal to B ആവും. ക്ലിയർ? അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനെ മാത്തമാറ്റിക്കലി സബ്സെറ്റിന്റെ ഡെഫിനിഷൻ A is subset of B if എങ്ങനെയാണെങ്കിൽ if A belongs to A, small a belongs to capital A എന്ന് പറഞ്ഞാൽ A, small a is an element of set A implies small a is also an element of capital B. അങ്ങനെയാണെങ്കിൽ ഇതിന് സബ്സെറ്റ് എന്ന് പറയും. ഇതാണ് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. A subset of B if A belongs to A implies A belongs to B. സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ എയിലുള്ള ഒരു എലമെന്റ് ബിയിൽ ഉണ്ടായിരിക്കണം. എയിലുള്ള എലമെന്റ് എയില് ക്യാപിറ്റൽ എ എന്നുണ്ടെങ്കിൽ ആ എ ബിയിൽ ഉണ്ടാവും. ക്ലിയർ? അപ്പൊ ഇതിനെ ഇങ്ങനെ എഴുതും. A subset of B if A belongs to A implies A belongs to B. നേരത്തെ പറഞ്ഞു ഇനി B subset of A ആണെങ്കിലോ if B belongs to A implies B belongs to B. B belongs to B implies B belongs to A. അപ്പൊ B subset of A എന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റ് ബിയിലുണ്ടെങ്കിൽ ആ എലമെന്റ് എയിലും ഉണ്ടായിരിക്കണം. അപ്പൊ സബ്സെറ്റ് എന്ന് പറയും. ക്ലിയർ ആയില്ലേ? ഇനി നമ്മള് ഈക്വാലിറ്റി രണ്ട് സെറ്റുകൾ ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ എവറി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി, എവറി എലമെന്റ് ഓഫ് ബി ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് എ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈക്വൽ എന്ന് പറയും. രണ്ട് സെറ്റുകൾ ഈക്വൽ എന്ന് പറയും. അപ്പൊ എയും ബിയും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? A equal to B implies എന്താണ്? A is a subset of B and B is subset of A എന്ന് എഴുതും. ക്ലിയർ ആയോ? A equal to B ആണെങ്കിൽ that implies A is subset of B and B is subset of A. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ A subset of B ആണെങ്കിൽ A subset of B, B subset of A ആണെങ്കിൽ A equal to B. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം മാത്തമാറ്റിക്കലി. A equal to B രണ്ട് സൈഡിൽ ഇംപ്ലൈ ചെയ്യുക. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയും. സോറി, A subset of B and B subset of A. A equal to B if and only if A subset of B and B subset of A. അതായത് ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ട് എഴുതിയാണ്. A equal to B implies A subset of B, B subset of A, and A subset of B and B subset of A implies A equal to B. അതിനെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ എഴുതാം. A equal to B if and only if and only if. അല്ലെങ്കിൽ രണ്ട് എഫ് എഴുതാണ്. ഇഫ് ആൻഡ് ഓൺലി. അപ്പൊ A equal to B if and only if
എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ. ക്ലിയർ ആയില്ലേ? അപ്പൊ സബ്സെറ്റ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഈ സബ്സെറ്റുകളിൽ null set is a subset of any set. Null set is subset of any set. ഏത് സെറ്റ് എടുത്താലും null set phi is a subset of A. ഇവിടെ phi is a subset of B. എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ് null set. അപ്പൊ നമ്മൾ null set എപ്പോഴും ഏത് സെറ്റ് എടുത്താലും സബ്സെറ്റ് ആണ് എടുക്കണം. എ എന്ന സെറ്റ് 2, 3 ആണെങ്കിൽ അതിന്റെ സബ്സെറ്റ് തന്നെയാണ് phi is the subset of set 2, 3. ക്ലിയർ? സോ phi അതായത് null set നമ്മൾ ഇങ്ങനെ എഴുതുമല്ലോ. ഇത് ഏത് സെറ്റ് എടുത്താലും അതിന്റെ സബ്സെറ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കും. അതുപോലെ തന്നെ ഏത് സെറ്റ് എടുത്താലും അതിന്റെ സബ്സെറ്റ് ആ സെറ്റ് തന്നെയാണ്. ദാറ്റ് സെറ്റ് ഇറ്റ് സെൽഫ് ഈസ് ഓൾസോ സബ്സെറ്റ് ഓഫ് ദാറ്റ് സെറ്റ്. എന്ന് പറഞ്ഞാൽ A is the subset of A. A is the subset of A. B is the subset of B. Clear? Now, phi is the subset of A. A is the subset of A. Phi is the subset of B. B is the subset of B. Now, ആ സെയിം സെറ്റ് സബ്സെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ phi സബ്സെറ്റ് ആണ്. ക്ലിയർ ആയോ? അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി എല്ലാ ഇതിലെ കൺസെപ്റ്റുകളും നമുക്ക് മനസ്സിലാക്കി. ഇനി വേറൊരു ഐഡിയ എന്താണ്? യൂണിവേഴ്സൽ സെറ്റ്. ഈ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെങ്കിൽ ഈ സെറ്റുകളെല്ലാം ഈ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. യൂണിവേഴ്സൽ സെറ്റിന് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, യു എൻ. ഇവിടെ പറഞ്ഞ എ എന്നുള്ള സെറ്റ്, ബി എന്നുള്ള സെറ്റ്, സി എന്നുള്ള എല്ലാ സെറ്റും യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. എ ഇസ് ദി സബ്സെറ്റ് ഓഫ് യു, ബി ഇസ് ദി സബ്സെറ്റ് ഓഫ് യു. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് നമ്മൾ പറയാം. സി ഇസ് ദി സബ്സെറ്റ് ഓഫ് യു. അതുപോലെ തന്നെ phi null set is also a subset of universal set. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇനി ഇതിനെ തുടർന്ന് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഇനി ഇങ്ങനൊരു എക്സാമ്പിൾ ആണെങ്കിലോ, എ ഈസ് എ ഡിവൈസർ ഓഫ് 56 ആൻഡ് ബി ഈസ് പ്രൈം ഡിവൈസർ ഓഫ് 56. എ ഡിവൈസർ ഓഫ് 56, ബി ഈസ് പ്രൈം ഡിവൈസർ ഓഫ് 56. അപ്പൊ അങ്ങനെ ആവുമ്പോ എ ഈസ് എ സെറ്റ് വിച്ച് ഈസ് ഡിവൈസർ ഓഫ് 56 and B is a set of all x such that x is a prime divisor of 56. അങ്ങനെ ആകുമ്പോൾ എ എന്നുള്ള സെറ്റില് 56ന്റെ ഡിവൈസർ ആണ് 2, 3, 2, 4, 7, 8. ഇതെല്ലാം ഡിവൈസർ ഓഫ് 56. ഇനി പ്രൈം ഡിവൈസറാ. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് 2, 3, 5, 7. അപ്പോ അതില് 2 വരും, 7, അങ്ങനെ 7 വരും. അപ്പൊ മറ്റതില് ഡിവൈസർ ആണ്. ഡിവൈസറിലെ എണ്ണം കൂടുതലായിരിക്കാം, പക്ഷെ അത് ഇൻഫിനിറ്റ് ആണ്. പ്രൈം ഡിവൈസർ എന്ന് പറഞ്ഞാലും 56ന്റെ ആണ്, അപ്പൊ ഫൈനൈറ്റ് ആണ്. പ്രൈം ഡിവൈസർ 56 എന്ന് പറഞ്ഞാല് പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്, ബി ആണ് പ്രൈം ഡിവൈസർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അതായത് സബ്സെറ്റിന്റെ കണ്ടീഷൻ എന്താ? എ സെറ്റ് എ ബി is said to be subset of A if every element of B is also an element of A. ഈ ബിയിലുള്ള എല്ലാ എലമെന്റും എയിലുണ്ടായിരിക്കണം. ഇപ്പൊ ബിയിലുള്ളത് പ്രൈം ഡിവൈസർ ആണ്. ആ പ്രൈം ഡിവൈസർ മറ്റേ ഡിവൈസറിന്റെ സെറ്റിലുണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ക്ലിയർ അല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, സെറ്റ് എ സെറ്റ് 1, 3, 5. പിന്നെ സെറ്റ് ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ്
എക്സ് ഈസ് എൻ ഓഡ് ലെസ് ദാൻ 6 അങ്ങനെ ഒരു സെറ്റ് തന്നിരിക്കുക. എക്സ് ഈസ് ഓഡ് ലെസ് ദാൻ 6. അപ്പൊ എ ബി നമ്മൾ ബന്ധം എങ്ങനെ? അത് നമുക്ക് ഇത് റോസ്റ്റർ ഫോം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. 1 3 5 എലമെന്റ്സ്. ബി ഏത് സെറ്റ് ബിൽഡർ ഫോമാണ് അത് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യണം. അപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് ലെസ് ദാൻ എക്സ്. എക്സ് ഈസ് റിയൽ നമ്പർ. എക്സ് ബിലോങ്സ് ടു ആർ. നാച്ചുറൽ നമ്പർ. എക്സ് ബിലോങ്സ് ടു എൻ. മനസ്സിലായോ? അപ്പൊ എക്സ് ഈസ് ആൻ ഓഡ് ലെസ് ദാൻ എക്സ് 6 ആണെങ്കിൽ ഏതൊക്കെയാണ്? ബി സെറ്റ് 1 നാച്ചുറൽ നമ്പർ ആണ്. 1 3 5 ലെസ് ദാൻ 6 കഴിഞ്ഞു. ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ട് എ ഈക്വൽ ടു ബി. എവറി എലമെന്റ് ഇൻ എ ഈസ് ഓൾസോ an element of ബി. എവറി എലമെന്റ് ഓഫ് ബി ഈസ് ഓൾസോ an element of എ. അതുകൊണ്ട് എ ഈക്വൽ ടു ബി എന്ന് കിട്ടും. അതായത് എ സബ്സെറ്റ് ഓഫ് ബി ആസ് വെൽ ആസ് ബി സബ്സെറ്റ് ഓഫ് എ. അത് നമ്മൾ പറഞ്ഞല്ലോ. ക്ലിയർ? ഇനി വേറെ സെറ്റ് എ എന്നുള്ള സെറ്റ് എന്താണ്? എ ഇ ഐ ഒ യു ആണ്. ബി എന്നുള്ള സെറ്റ് എ ബി സി ഡി ഇങ്ങനെയാണ് കിട്ടുക. അപ്പൊ എ ബിയുടെ സബ്സെറ്റ് ആണോ? അല്ല. എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. കാരണം ഇതിൽ എ ബി സി ഡി, ഇതിൽ എ ഐ ഒ യു. എവറി എലമെന്റ് ഓഫ് എ ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി. എല്ലാ എലമെന്റ് ഇതിലില്ല, എ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. ക്ലിയർ അല്ല? ഇനി വേറൊരു സെറ്റ് കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സി എ ബി സി ഡി എക്സെട്ര ഈ സെറ്റ്. ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഉള്ള ബന്ധം എങ്ങനെയാ? എ ബി സബ്സെറ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ എ എന്താണ്? എ സബ്സെറ്റ് ഓഫ് സി ആണ്. ക്ലിയർ അല്ലേ? എ ബി സി ഡി എഫ് ടി സെറ്റ്, അതിലാണല്ലോ എ ഇ ഐ ഒ യു വരുന്നത്. അതുപോലെ തന്നെ ബി ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് സി. ക്ലിയർ? എ ബി സി ഡി അതിൽ ഇതിൽ വരുന്നല്ലോ. എവറി എലമെന്റ് ഓഫ് ബി ഈസ് ഓൾസോ an element of സി. എ നോട്ട് ഈക്വൽ ടു ബി ആൻഡ് ബി നോട്ട് ഈക്വൽ ടു സി. തിരിച്ച് സബ്സെറ്റ് ആവണില്ല. അതുകൊണ്ട് അത് ഈക്വൽ അല്ല. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി വേറൊരു സ്പെഷ്യൽ എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ ബി സി ബി 3 sets. If A belongs to A, B, C, 3 given sets, and if A, capital A, belongs to B, അങ്ങനെ നോക്കും, and B is a subset of C. ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. Let A, B, C be 3 given sets, and if A belongs to B, A belongs to B, and B is a subset of C. അങ്ങനെയാണെങ്കിൽ A സബ്സെറ്റ് ഓഫ് സി ആണോ? എ സബ്സെറ്റ് ഓഫ് സി ആണോ? ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ചിന്തിക്കും. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? എ ഈസ് എൻ എലമെന്റ് ഓഫ് ബി എന്നാ. ബി സബ്സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എ സി സബ്സെറ്റ് ആണോ? ഇവിടെ എലമെന്റ് ആണ്. അപ്പൊ ശരിക്കും ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി എന്നല്ല തന്നിട്ടുള്ളത്, എ ഈസ് എൻ എലമെന്റ് ഓഫ് ബി എന്ന് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് റോങ് ആണ്. എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സി. ആൻസർ എന്താ? എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സി. എന്താണ്? അതൊരു എക്സാമ്പിൾ മുഖേന ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമ്പോൾ നോക്കാം. അതെങ്ങനെയാണ്? നമ്മൾ ലെറ്റ് എ ഈക്വൽ ടു ദി സെറ്റ് 1 എന്നുള്ളത്. അപ്പൊ അവർ പറഞ്ഞനുസരിച്ച് എ ബിലോങ്സ് ടു ബി. അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റ് 1 ആണ്. എ ബിലോങ്സ് ടു ബി. അപ്പൊ ബിയിൽ ഉണ്ടായിരിക്കണം. അവർ പറഞ്ഞ കണ്ടീഷൻസ് ബി എന്ന് പറഞ്ഞാൽ
സെറ്റ് ഇത് ഒരു എ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ 1 എയിലുള്ള എലമെന്റിൽ നിന്നല്ല പറഞ്ഞിട്ടുള്ളത് ദി സെറ്റ് എ ദി ക്യാപിറ്റൽ എ ബിലോങ്സ് ടു ബി എന്നാണ്. ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ സെറ്റ് 1 ആണ്. ഈ സെറ്റ് 1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ കണ്ടന്റ് ആണ് അതിൽ ഉണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ വലിയ സെറ്റിന്റെ ഉള്ളിൽ ഒരു ചെറിയ സെറ്റ്, അതാണ് ഇതിന്റെ അർത്ഥം. എ ബിലോങ്സ് ടു ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ സെറ്റ് 1 അല്ലാതെ 1 ഇതിലുണ്ടെന്നല്ല പറഞ്ഞ സെറ്റ് എ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സെറ്റിന്റെ ഉള്ളിൽ സെറ്റ് 1 ഉണ്ട്, അതൊരു എലമെന്റ്. സെറ്റ് 1 എന്നൊരു എലമെന്റ് ആണ്. പിന്നെ 2 എന്നുള്ള എലമെന്റ് ഉണ്ട് ശരിക്കും. അപ്പോ കറക്റ്റ് ഇതിൽ പറഞ്ഞ കാര്യം ശരിയായല്ലോ. ബി അങ്ങനെയാണെങ്കിൽ എലമെന്റ് ആണ്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലായി എ ബിലോങ്സ് ടു ബി. ഇനി ബി ഇസ് എ സബ്സെറ്റ് ഓഫ് സി. ആ കണ്ടീഷൻ കൂടി ഫുൾഫിൽ ചെയ്യാവുന്ന ഒരു സി എന്നുള്ള സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ സി എന്താണ്? സിയിലും ഉണ്ടാവണം ബി സബ്സെറ്റ് ഓഫ് സി. അങ്ങനെയാണെങ്കിൽ സെറ്റ് 1, 2, 3 എന്ന സെറ്റ് കൺസിഡർ ചെയ്യാം സി. അപ്പൊ തീർച്ചയായിട്ടും ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി. എവരി എലമെന്റ് ഓഫ് ബി ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് എലമെന്റ് ഇൻ സി. എവരി എലമെന്റ് ഓഫ് സി ബി ഏതാ? സെറ്റ് 1, 2. ഇപ്പൊ സെറ്റ് 1, 2 ഇതിലുണ്ട്. അപ്പൊ ബി സബ്സെറ്റ് ഓഫ് സി. അങ്ങനെയാണെങ്കിൽ ഈ എക്സാമ്പിൾ അനുസരിച്ച് എ സബ്സെറ്റ് ഓഫ് സി ആണോ? എ സബ്സെറ്റ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എവരി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ എലമെന്റ് ഇൻ സി എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. ഇതില് എവരി എലമെന്റ് ഓഫ് എയിലുള്ള എലമെന്റ് എന്താ? 1. ആ 1 ഈ സിയിലുണ്ടോ? ഇല്ല. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കൺഫ്യൂഷൻ വരാം. സെറ്റ് 1 അവിടെ സെറ്റ് 1 ഉണ്ടല്ലോ. അങ്ങനെയല്ലല്ലോ ഡെഫിനിഷൻ, അതല്ലല്ലോ. ഡെഫിനിഷൻ എന്താ? എവരി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ എലമെന്റ് ഓഫ് സി എന്നാ. എവരി എലമെന്റ് ഓഫ് എ, അതായത് എയില് ആകെ ഒരു എലമെന്റ് ഉള്ളു 1. ആ എലമെന്റ് ഇതിലുണ്ടാവണം. 1 എന്ന് പറഞ്ഞ എലമെന്റ് ആണ് സി. 1 എന്നുള്ള എലമെന്റ് ഇല്ല, പകരം സെറ്റ് 1 എന്നുള്ള എലമെന്റ് ഉള്ളു. Therefore എ നോട്ട് എ സബ്സെറ്റ് ഓഫ് സി. ക്ലിയർ ആയില്ലേ? ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ് ആണ്. ഇത് കൺഫ്യൂഷൻ വരാൻ പാടില്ല. ക്ലിയർ ആയോ? ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ്. പിന്നെ അടുത്ത ഒരു കൺസെപ്റ്റ് ഐഡിയ, നമുക്കിതിന്റെ ബാക്കിയുള്ള സബ്സെറ്റുകളൊക്കെ ഒന്ന് നോക്കാം. റിയൽ നമ്പറിന്റെ റിയൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, അതിന്റെ സബ്സെറ്റ് എന്ത് വെക്കാം? നാച്ചുറൽ നമ്പർ. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ ആണ് ഡെഫിനറ്റ്ലി. പിന്നെ ക്യൂ, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ. ഇനി ഇറേഷണൽ നമ്പറോ? ഇറേഷണൽ നമ്പർ ഡെഫിനിഷൻ എന്താ? ടി എന്നാ സാധാരണ ഡിനോട്ട് ചെയ്യുക. ടി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് നോട്ട് ബിലോങ്സ് ടു ക്യൂ. ഇതാണ് ക്യൂവിന് വരാത്ത, ക്യൂ എന്ന റാഷണൽ നമ്പേഴ്സ് വരാത്ത സെറ്റാണ് ശരിക്കും ഇറേഷണൽ നമ്പേഴ്സ്. അപ്പൊ ടി എന്ന് പറയുന്നത് റിയൽ നമ്പറിന്റെ സബ്സെറ്റ് ആണോ? യെസ്, തീർച്ചയായിട്ടും ടി ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ക്ലിയർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എൻ ക്യൂവിന്റെ ടിയുടെ സബ്സെറ്റ് ആണോ? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ടിയുടെ സബ്സെറ്റ് ആണോ? ടി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇറേഷണൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4. അത് ഇറേഷണൽ നമ്പർ √2, √3, √5 അങ്ങനെ 5 ഇതൊക്കെ ഇറേഷണൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ എൻ ടിയുടെ സബ്സെറ്റ് ആണോ? അല്ല, എൻ നോട്ട് എ സബ്സെറ്റ് ഓഫ് ടി. ഇറേഷണൽ നമ്പറിന്റെ സെറ്റ് ഓഫ് ഓൾ ഇറേഷണൽ നമ്പറിന്റെ സബ്സെറ്റ് അല്ല എൻ. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എവരി എലമെന്റ് ഓഫ് എൻ ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ടി. ഇതിന്റെ എല്ലാ എലമെന്റും ഈ ടിയിലൊന്നും ഇല്ല. ഇറേഷണൽ നമ്പേഴ്സ് അതിലില്ല. ക്ലിയർ? സബ്സെറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ എൻ ക്യൂവിന്റെ സബ്സെറ്റ് ആണോ? റാഷണൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണോ? റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റും. ക്യൂ നോട്ട് ഈക്വൽ ടു 0. ആ ഫോമിൽ എഴുതാൻ പറ്റാവുന്ന എല്ലാ അതാണ് എലമെന്റ്സ്. അങ്ങനെ ആവുമ്പോ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4. അപ്പൊ അതിന്റെ സബ്സെറ്റ് ആണോ? റാഷണൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണോ നാച്ചുറൽ നമ്പർ? ആണ്. കാരണം എന്താ? ഇപ്പൊ റാഷണൽ നമ്പർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പി ബൈ ക്യൂ അല്ല 2 എടുത്തു കഴിഞ്ഞാൽ 2നെ നമുക്ക് 2/1 എഴുതിയൂടെ? 1 നോട്ട് ഈക്വൽ 0.
100 എടുത്തു കഴിഞ്ഞാൽ 100 by 1 എഴുതിയുടെ 1 not equal 0. അങ്ങനെ ആവുമ്പോ നാച്ചുറലി n is a subset of q. ക്ലിയർ? അപ്പോ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ് റാഷണൽ നമ്പർ. റിയൽ നമ്പേഴ്സ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ് നാച്ചുറൽ നമ്പർ, റാഷണൽ നമ്പർ. പിന്നെ നാച്ചുറൽ നമ്പർ സബ്സെറ്റ് n is subset of q. t is also a subset of r. പക്ഷെ n is not a subset of t. t എന്ന് പറഞ്ഞാൽ ഈ റാഷണൽ നമ്പർ. n is a subset of റാഷണൽ നമ്പർ q. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇത് വളരെ രസകരമായിട്ട് ഇങ്ങനെ പോകും. സബ്സെറ്റ്, ഈക്വൽ സെറ്റ്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി വേറൊരു പോയിന്റ് എന്താണെങ്കിൽ, ഇത് സബ്സെറ്റുകൾ പറഞ്ഞല്ലോ, വേറൊരു ടൈപ്പ് ഓഫ് സബ്സെറ്റ് ഉണ്ട്. ഇന്റർവെൽസ് a subset of R. Intervals as subset of R. Real number. Real number subset ആയിട്ട് ഇന്റർവെൽസ് പരിഗണിക്കുക. അത് സെറ്റ്. എന്താണ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ? ഇന്റർവെൽ ഈസ് ഓൾസോ എ സബ്സെറ്റ്. സെറ്റ്. ഇന്റർവെൽ ഈസ് ഡിഫൈൻഡ് ആസ് എ സെറ്റ്. അത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് അറിയാമോ? ലെറ്റ് എ ആൻഡ് ബി ടു റിയൽ നമ്പേഴ്സ് ആൻഡ് എ ലെസ് ദാൻ ബി. ലെറ്റ് എ ആൻഡ് ബി ആർ ടു റിയൽ നമ്പേഴ്സ് ആൻഡ് എ ലെസ് ദാൻ ബി ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ്. വൈ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? എ ലെസ് ദാൻ ബൈ ലെസ് ദാൻ ബി. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ ബൈ ലെസ് ദാൻ ബി. ഇങ്ങനെ വരുന്ന സെറ്റിനെയാണ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇന്റർവെൽ അത് എങ്ങനെ നമ്മൾ നോട്ട് ചെയ്യുന്ന അറിയാമോ? എ ബി, ഓപ്പൺ ഇന്റർവെൽ എ ബി, ഓപ്പൺ ഇന്റർവെൽ എ ബി. അപ്പൊ ഓപ്പൺ ഇന്റർവെൽ എ ബി എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ ബൈ ലെസ് ദാൻ ബി വേർ എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ സെറ്റ് ഓഫ് ഓപ്പൺ ഇന്റർവെൽ എന്ന് പറയും. ഓപ്പൺ ഇന്റർവെൽ എ ബി എന്ന് പറയും. അപ്പൊ എന്താണ് ഇന്റർവെൽ? ഇതില് എക്കും ബിനും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ്. ശ്രദ്ധിക്കേണ്ടത് എക്സ്ക്ലൂഡിംഗ് എ ആൻഡ് ബി. എയും ബിയും വരാൻ പാടില്ല. എയും ബിയും ഒഴികെ ബാക്കി ഉള്ള എല്ലാ റിയൽ നമ്പേഴ്സും, എയും ബിയും ഉള്ളിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും കൂടിയിട്ടുള്ള സെറ്റ്, അതാണ് ഓപ്പൺ ഇന്റർവെൽ. ഈ ഓപ്പൺ ഇന്റർവെല്ലിന് നമ്മൾ ഇങ്ങനെ കർവ്ഡ് ബ്രാക്കറ്റ് ഇടും. കർവ്ഡ് ബ്രാക്കറ്റ് അതിനർത്ഥം എ ലെസ് ദാൻ ബൈ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദിസ് ഇന്റർവെൽ. ഈ ഇന്റർവെല്ലിൽ എയും ബിയും എന്ന വാല്യൂ ഇല്ല. എ വരെയും ബി വരെയുമാണ് എക്സ്ക്ലൂഡിങ് എ ആൻഡ് ബി. അതാണ് ഓപ്പൺ ഇന്റർവെൽ എന്ന കൺസെപ്റ്റ്. അതായത് എ ലെസ് ദാൻ ബൈ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമോ, എ വരില്ല ബി വരില്ല. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതിയാൽ അത് ഓപ്പൺ ഇന്റർവെൽ ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ സെറ്റ് ഓഫ് വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ ബൈ ലെസ് ദാൻ ബി ഈസ് കോൾഡ് ഓപ്പൺ ഇന്റർവെൽ. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞ നിലയ്ക്ക് ഇനി വേറൊരു ടൈപ്പ് ഇന്റർവെൽ ഉണ്ട്, ക്ലോസ്ഡ് ഇന്റർവെൽ. അതെന്താ? നമ്മൾ ഇതുപോലെ തന്നെ എയും ബിയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അത് എ ലെസ് ദാൻ ബി തന്നെ, ടു റിയൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് സെറ്റിംഗ്. സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇങ്ങനെയാണ് അതിന്റെ ഡെഫിനേഷൻ എങ്കിൽ അതിനെ ക്ലോസ് ഇന്റർവെൽ എന്ന് പറയും. അത് നമ്മൾ ഇങ്ങനെ എഴുതും, സ്ക്വയർ ബ്രാക്കറ്റ് എ കോമ ബി, സ്ക്വയർ ബ്രാക്കറ്റ്. ഇത് കർവ്ഡ് ബ്രാക്കറ്റ് ഓപ്പൺ ഇന്റർവെൽ, ഇത് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ഇന്റർവെൽ ഇൻക്ലൂഡിംഗ് എ ആൻഡ് ബി. അതാണ് അതിന്റെ അർത്ഥം. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് എ ആൻഡ് ബി, ബിറ്റ്വീൻ എ ആൻഡ് ബി, ഇൻക്ലൂഡിംഗ് എ ആൻഡ് ബി.
അതാണ് ക്ലോസ്ഡ് ഇന്റർവെൽ. അതിനെ എങ്ങനെ എഴുതും? സെറ്റ് ഓഫ് ഓൾ y such that a less than or equal to y less than or equal to b. ക്ലിയർ? ഇനി വേറെ ടൈപ്പ് ഇന്റർവെൽ ഉണ്ട്. സെറ്റ് ഓഫ് ഓൾ y such that a less than or equal to y less than b. ഇതെന്താ ഇന്റർവെൽ എങ്ങനെ എഴുതും? a less than or equal to y. അപ്പൊ ഇവിടെ ക്ലോസ്ഡ് ആണ്, ബി ഭാഗത്ത് റൈറ്റ് സൈഡിൽ ഓപ്പൺ ആണ്. അപ്പൊ ഇൻക്ലൂഡിങ് എ ആൻഡ് എക്സ്ക്ലൂഡിങ് ബി ആണ് ക്ലോസ്ഡ് ഇന്റർവെൽ. ഇങ്ങനെ ഇതാ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ബി. അപ്പൊ എ അടക്കമുണ്ട്, എ ഈക്വൽ ടു ആണ്, ബി ലെസ് ദാൻ ആണ്. അപ്പൊ ബി ഇല്ല, എ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടും ഉണ്ടെങ്കിൽ രണ്ട് ക്ലോസ്ഡ് എഴുതി, സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി, ഇവിടെ ഉള്ള ഭാഗത്ത് സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി, ഇല്ലാത്ത ഭാഗത്ത് ഓപ്പൺ ബ്രാക്കറ്റ് എഴുതി. അതുപോലെ തന്നെ ഇങ്ങനെയും ഉണ്ട്, എ ബി ഇവിടെ ക്ലോസ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്താ? സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ്, സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് ആ പറഞ്ഞോളൂ. എ ഇവിടെ ഓപ്പൺ ആണ്, എ ലെസ് ദാൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ക്ലിയർ ആയില്ലേ? സോറി, സെറ്റാണ് ഈക്വൽ ടു ബി. അപ്പൊ ഇതിനെ ഓപ്പൺ ഇന്റർവെൽ, ഇന്റർവെൽ എ ബി എന്ന് പറയും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇന്റർവെൽസ്, അപ്പൊ ഇന്റർവെൽസ് പറഞ്ഞത് എന്താണ്? ഇന്റർവെൽസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ. അപ്പോ ഇന്റർവെൽസ് എ ബി and b are real numbers, is subset of set of all real numbers. Definitely closed interval also a subset of real number. A b is also a subset of real number. A b is also a subset of real number. Clear idea? അപ്പൊ ഈ ഒരു ഐഡിയയും കൂടി, ഈ കൺസെപ്റ്റും കൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം. അപ്പോ എന്തൊക്കെയാ റിയൽ നമ്പറിന്റെ സബ്സെറ്റുകൾ എന്തൊക്കെയാന്ന് മനസ്സിലാക്കി, സബ്സെറ്റ് എന്താന്ന് മനസ്സിലാക്കി. ഇനി വേറൊരു ഐഡിയ കൂടി ഉണ്ട്. അതെന്താണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ ദി സെറ്റ്. അതാണ്, അതായത് യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ് ഈ പറഞ്ഞ എല്ലാ സെറ്റുകളും. യൂണിവേഴ്സൽ സെറ്റിന് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുക യു എന്നാണ്. അങ്ങനെയാണെങ്കിൽ R is the subset of U, Q is the subset of U, clear? T is the subset of U, clear? Interval AB is also a subset of U. അപ്പൊ U is universal set. അത് നമ്മൾ അടുത്ത പ്രോബ്ലംസ് ഇനിയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് കൺസിഡർ ചെയ്യും. അപ്പൊ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ ദീസ് സെറ്റ്സ്. അപ്പൊ എവറി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. എന്താണ് സെറ്റ് എന്ന് പഠിച്ചു, അതിന്റെ രണ്ട് ഫോം പഠിച്ചു, റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും. അത് ചേഞ്ച് ചെയ്യുക, റോസ്റ്റർ ബിൽഡർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോം ചേഞ്ച് ചെയ്യുക. പിന്നെ രണ്ട് സെറ്റുകൾ എങ്ങനെ ഈക്വൽ ആവും, രണ്ട് സെറ്റുകൾ എങ്ങനെ സബ്സെറ്റ്, ഏതിന്റെ സബ്സെറ്റ് എങ്ങനെ, എയും ബിയും എങ്ങനെ, എ ബിയുടെ സബ്സെറ്റ് എങ്ങനെയാവുമെന്ന് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ഏതെല്ലാം സബ്സെറ്റുകൾ, എന്തെല്ലാം സബ്സെറ്റുകളുണ്ട് റിയൽ ആറിന്, റിയൽ നമ്പർ ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന് ഏതെല്ലാം സബ്സെറ്റുകളുണ്ട്. അവസാനം നമ്മൾ യൂണിവേഴ്സൽ സെറ്റും പഠിച്ചു. ഓക്കെ, അപ്പൊ ഇനി തുടർന്ന് കുറച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനായിട്ട് വളരെ എളുപ്പമാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ഇതിന്റെ എക്സ്പ്ലനേഷനും അടുത്ത പ്രോബ്ലംസും ഒക്കെ, ഇനിയും കൂടുതൽ പ്രോബ്ലംസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. താങ്ക് യു.